ഹലോ ഗൈസ്, ആത്മനാണ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചാനലിലത്തെ സെക്കൻഡ് വീഡിയോ ആണിത്. ഈ ഒരു ചാനലിൽ കൂടുതലും കണക്ട് ചെയ്യാൻ പോകുന്ന ഡ്രോയിങ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു A4 പോർട്രേറ്റിന് 3000-4000 റേറ്റ് മേടിക്കുന്നവർക്കല്ല, മറിച്ച് ഒരു പോർട്രേറ്റിന് 200 തൊട്ട് 1000 വരെ റേറ്റ് മേടിക്കുന്നവരെയാണ്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ഈ ഒരു പൈസ റേഞ്ചിലായിരിക്കും ക്യാഷ് മേടിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്കാണ് കൂടുതൽ നമ്മൾ ഈ ഐഡിയാസ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കറിയാം എന്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ, ഡ്രോയിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എന്ത് ഷീറ്റ് ഉപയോഗിക്കണം, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ നല്ല ക്വാളിറ്റിയിൽ റിസൾട്ട് കിട്ടും, ഇതൊന്നും നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. സോ ബിഗിനേഴ്സിനോട് തന്നെയാണ് നമുക്ക് ഈ ഐഡിയ എല്ലാം ഷെയർ ആക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കും നല്ലൊരു കരിയർ ഡെവലപ്പ് ആക്കി കൊണ്ടുവരണമെങ്കിൽ, അവരുടെ പാഷനിൽ കൂടെ കുറച്ച് ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ എന്റെ ബിഗിനിങ് സ്റ്റേജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് എങ്ങനെ ആണ് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത്, ഏത് ക്യാഷ് റേഞ്ചിലാണ് ആ മെറ്റീരിയൽ കിട്ടുക എന്നെല്ലാം നമ്മൾ പറഞ്ഞു തരികയാണ് ഈ വീഡിയോയിൽ കൂടെ. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽസ് ഒക്കെയാണ് ബിഗിനിങ് സ്റ്റേജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ഈ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ മെറ്റീരിയൽസ് ഒക്കെയാണ്. അത്യാവശ്യം എല്ലായിടത്തും കിട്ടുന്നത്, ലോക്കലി ആയിട്ടാണെങ്കിലും നമ്മുടെ ഏരിയസിലെല്ലാം കിട്ടുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഇതെല്ലാം. ക്യാഷ് റേഞ്ചിലാണെങ്കിലും തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഒരിക്കലും ആദ്യമേ കയറി എക്സ്പെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് ഒരിക്കലും. മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടത്തുമില്ല. സോ ബിഗിനേഴ്സിന് ഈ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങൾ തന്നെ ധാരാളമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടാറുമുണ്ട്. മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഷീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ. എന്റെ ഈ ബ്രീസ്റ്റോളിന്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന ഐവറിയുടെ A4 ഷീറ്റ് തന്നെയാണ്. ഇതിന് ഫുൾ സെറ്റ് ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ്. ഈ ലാസ്റ്റ് പർച്ചേസിലാണ് ബ്രീസ്റ്റോളിന്റെ ഫുൾ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫുൾ റേറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഓൾമോസ്റ്റ് 400 രൂപയാണ് ഫുൾ സെറ്റിന്. ഇതിനകത്ത് 24 ഷീറ്റുകളാണ് ഉള്ളത്. ഐവറിയും ഓൾമോസ്റ്റ് 150 രൂപയാണ് A4 ഷീറ്റിന് ഫുൾ സെറ്റിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഐവറിയുടെ A3 ഷീറ്റാണ്. A3 ഷീറ്റിന് ഓൾമോസ്റ്റ് 200 രൂപയാണ് പർച്ചേസിലായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഐവറി കോമൺലി ഏത് പെൻസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷീറ്റാണ് ഐവറി ഷീറ്റുകൾ. അത്യാവശ്യം നല്ല റിസൾട്ട് തരാറുണ്ട്. എന്നാൽ പ്യുവർ വൈറ്റ് അല്ലാതെ ചെറിയൊരു ഷെയ്ഡ് നമുക്ക് മനസ്സിലാവും. ഇതിപ്പം ഈ രണ്ട് ഷീറ്റുകൾ വെച്ച് നോക്കിയാലും രണ്ട് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ഐവറി, ഇതൊരു വാം ഷെയ്ഡും ഇത് പ്യുവർ വൈറ്റും ആണ്. രണ്ടിലും ചെറിയ വ്യത്യാസമുണ്ട്, കട്ടിയിൽ വ്യത്യാസമുണ്ട്, ഷെയ്ഡിങ്ങിലും വ്യത്യാസം വരും. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഷീറ്റിനനുസരിച്ച് വരും നമ്മുടെ റിസൾട്ടുകൾ വരാറ്. ബിഗിനേഴ്സ് സ്റ്റേജിൽ ഐവറി ഷീറ്റ് ആണ് കൂടുതലും നല്ലത് പോർട്രേറ്റ് ചെയ്യാൻ കേട്ടോ. അധികം ബഡ്ജറ്റും വരാറില്ല. അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുമുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ആയി കഴിയുമ്പോഴാണ് ബ്രിസ്റ്റോളിന്റെ ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു. പെൻസിൽ ഞാൻ എപ്പോഴും ആഡ്ലൈൻ്റെ പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തുടക്കത്തിലും ഇപ്പോഴും ആഡ്ലൈൻ്റെ ഫുൾ സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മാറ്റം വരാറില്ല. മെറ്റീരിയൽസ് തീരുമ്പോൾ പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാനോ വേറെ മെറ്റീരിയൽസ് എടുക്കാനോ നോക്കാറ് ഇതേ മെറ്റീരിയൽസ് തന്നെയാണ് പിന്നെയും പർച്ചേസ് ചെയ്യാറുള്ളത്. ഈ പെൻസിൽ ഫുൾ സെറ്റ് വരുന്ന 6 പീസാണ്. അതിനകത്ത് 2B, 4B, 6B, 8B, 10B, 12B എന്നുള്ള റേഞ്ചിൽ പിന്നെ HBയും കൂടെ വരുന്നുണ്ട്. HB ഞാൻ കൂടുതൽ ഉപയോഗിക്കാറില്ല. ബേസിക് സ്കെച്ചേഴ്സ് എല്ലാം ഉപയോഗിക്കാനായിട്ട് നമ്മുടെ മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ 0.5 ഔട്ടർ ലൈൻസ് എല്ലാം വരയ്ക്കാനായിട്ട് മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ പിന്നെ ഷാർപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പെൻസിലിൽ നിന്ന് നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. അതിന്റെ ഒപ്പം നമ്മൾ ലാസ്റ്റ് ചാർക്കോൾ പൗഡറും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. ഈ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഷാർപ്നെസ് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. പെൻസിൽ എപ്പോഴും നല്ല ഷാർപ്പായിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമ്മുടെ വർക്കിനും കൂടി കൊടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര ടൈം നമ്മുടെ വേസ്റ്റ് ആണ്. ആ ടൈം വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് പെൻസിൽസിന്റെ ഒപ്പം തന്നെ ഷാർപ്നെസ്സും അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യുക. പെൻസിലിന്റെ ഇപ്പം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ പോലും പെൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്മഡ്ജ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. സ്മഡ്ജിങ്ങിന് വേണ്ടി നമുക്ക് കോട്ടൺ സ്റ്റംസും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ടിഷ്യൂവും പിന്നെ പേപ്പർ സ്റ്റംസും വരുന്നുണ്ട്. പേപ്പർ സ്റ്റംസ് അടക്കം നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന്റെ ഒപ്പം തന്നെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ നമുക്ക് ഫിക്സേറ്റീവ് അടിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അത് സെപ്പറേറ്റ് തന്നെയാണ്. ഫിക്സേറ്റീവിന് ഓൾമോസ്റ്റ് റേറ്റ് വരുന്ന 300 രൂപ റേഞ്ചിലാണ്. ഇപ്പം കളർ ഡ്രോയിങ് ആണെങ്കിൽ പോലും ഡോംസ് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പെൻസിലാണ്. ബിഗിനേഴ്സിന് 24 ഷെയ്ഡ് വരുന്നുണ്ട്. അതിന്റെ സ്കിൻ ടോൺ അടക്കമാണ് നമുക്ക് വരുന്നത്. അതിന്റെ റേഞ്ച് വരുന്നതും തീരെ കുറവാണ്. 120 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റിന് ഈ പെൻസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കളർ പോർട്രേറ്റിന് ഡോംസിന്റെ പെൻസിൽ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ എനിക്ക് ആ പെൻസിൽ തരാറുമുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഷാർപ്നെസ് ആണ്. ഷാർപ്നെസ് എൻ്റെ എല്ലാവരുടെ കയ്യിലുള്ള പോലെ തന്നെ 3 സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. മോണറൈസർ, പിന്നെ ഇത് അപ്സരയുടെ ഒരു സെറ്റാണ്. ഇത് മോട്ടർ ഉള്ള ടൈപ്പാണ്. അത്യാവശ്യം പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഷാർപ്നറാണ് നമ്മൾ ഉപയോഗിക്കാറ്.
ഇതിന്റെ നിപ്പ് വേറെ വേറെ വരും കേട്ടോ. ഒരു നിപ്പ് തീർന്ന അടുത്ത നിപ്പ് നമുക്ക് ഇടാൻ പറ്റും. മോണോറൈസർ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ട കാര്യം തന്നെയാണ്. ഒരു ഓൾമോസ്റ്റ് 150-200 രൂപ റേഞ്ചിൽ നമുക്ക് മോണോറൈസർ കിട്ടും. അതിന്റെ നിപ്പ് നമുക്ക് പിന്നെ മേടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സെറ്റിലായിരിക്കും വരുന്നത്. ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഒരു ഫുൾ സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. അത് മേടിക്കാറുണ്ട്. പിന്നെ സ്കെയില് പോർട്രേറ്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്യുമ്പോൾ സ്കെയിൽസ് നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഗ്രിഡ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണെങ്കിലും സ്കെയിൽ വേണ്ടി വരും. അതിനൊരു 30 സെന്റിമീറ്ററിന്റെ സ്കെയിലും ഒരു 15 സെന്റിമീറ്ററിന്റെ സ്കെയിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇത് അപ്സരയുടെ ഈ ഇറൈസർ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു സ്റ്റമ്പും കൂടെ എക്സ്ട്രാ കിട്ടാറുണ്ട്. അതൊരെണ്ണം കഴിഞ്ഞ് റീഫിൽ ചെയ്യാവുന്നുള്ളൂ. അപ്സരയുടെ ഇറൈസർ സ്റ്റമ്പ് നമുക്ക് മോണോറൈസർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നൈഫ് ഉപയോഗിച്ചിട്ട് അതിന്റെ സ്റ്റമ്പ് ഷാർപ്പ് ചെയ്തിട്ട് മോണോറൈസർ ആയിട്ട് ഉപയോഗിക്കാം. ബിഗിനിങ് സ്റ്റേജില് മോണോറൈസർ അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ നോർമൽ ഇറൈസറും സ്ക്വയർലി കട്ട് ചെയ്തിട്ട് മോണോറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സ്കെച്ച് ബുക്ക് വേണം. സ്കെച്ച് ബുക്ക് 1-2 സ്കെച്ച് ബുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് ഏറ്റവും നല്ലതാണ്. പെട്ടെന്നൊരു നമുക്ക് സ്കെച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു സ്കെച്ച് വരയ്ക്കണമെങ്കിൽ നമ്മുടെ ഈ ഷീറ്റ് കൊണ്ട് നമുക്ക് ആവത്തില്ല. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഒരു സ്കെച്ച് ബുക്ക് നമ്മുടെ കയ്യിൽ ഫോളോ അപ്പ് ചെയ്യണം. അത് എങ്ങനെയാണെങ്കിലും ഈ A5 എല്ലാം വരുന്നത് ഓൾമോസ്റ്റ് 200 GSM തന്നെയാണ് വരുന്നത്. അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ തന്നെയാണ്. അത് ഞാൻ ഇപ്പോൾ എറണാകുളം പോയപ്പോൾ പർച്ചേസ് ചെയ്ത സാധനമാണ്. അത്യാവശ്യം വർക്കബിൾ ആണ്. ഞാൻ അങ്ങനെ ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയില്ല. പിന്നെ ഡ്രോയിങ് ബുക്ക് മേടിക്കുമ്പോൾ 200 GSM ആണ് ഞാൻ കോമൺലി മേടിക്കാറ്. 25 ഷീറ്റിന് 110 രൂപ, ചെറിയ റേറ്റ് ആകാറുള്ളൂ. ഇത്ര റേറ്റിന്റെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെ നമ്മുടെ സ്കില്ല് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നു അതേപോലെ ആയിരിക്കും ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി വരുന്നത്. ഇപ്പൊ നല്ല റേഞ്ചിലുള്ള ഇപ്പൊ സ്റ്റെഡ്ലർ പോലത്തെ പെൻസിൽ എടുത്തിട്ട് ഒട്ടും സ്കില്ലില്ലാതെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ പെൻസിലിന് നമ്മൾ കുറ്റം പറയുമോ അതോ നമ്മളെയാണോ കുറ്റം പറയേണ്ടത്? അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഏത് പെൻസിൽ ഇരുന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിന് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്കില്ലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഓരോ ഐഡിയാസ് ആണ് നമ്മുടെ ഈ പേജിൽ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഐഡിയ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. ഞാനൊരു ക്യാമ്പയിൻ പോലെ തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇനി വരുന്ന വീഡിയോസിലെല്ലാം പറഞ്ഞു തരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലൈറ്റിംഗ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ഡ്രോയിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും. അതിന്റെ ഷെയ്ഡ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലൈറ്റിംഗ് തീരെ കുറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ്ങിനും ലൈറ്റ് ഷെയ്ഡിലേക്കായി പോകും. ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒരിക്കലും വരത്തില്ല. ഞാൻ ഈ വീഡിയോക്കകത്ത് കൂടുതലും പറഞ്ഞിട്ടുള്ള ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, എങ്ങനെ മെറ്റീരിയൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതൊരു ട്യൂട്ടോറിയൽ പോലെ തന്നെ നമുക്ക് ഡെവലപ്പ് ആക്കി കൊണ്ടുവരാൻ പറ്റും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് ചോദിക്കാം. അപ്പൊ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പിന്നീട് വരാം. അതുവരെയും ബൈ ഫ്രം ആഡ്മാനർ.